ഹലോ, ഇന്ന് ഞാൻ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്ന സ്നാക്സ് റെസിപ്പീസാണ് കേട്ടോ. അവർക്ക് സിമ്പിളായിട്ട് കൊടുത്തു വിടാൻ പറ്റിയ 5 സ്നാക്സ് റെസിപ്പീസാണ്. ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്യാരറ്റ്, ക്യാബേജ്, സവാള, പിന്നെ കക്കിരി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഈ പീസസ് വെച്ചിട്ട് അതിൻ്റെ മേലെ മയനൈസ്, ഞാൻ വെജിറ്റബിൾ മയനൈസാണ് സാധാരണ കൊടുത്തു വിടുക, അതാകുമ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പം മയനൈസ് ഒഴിക്കുക, പിന്നെ അതിൻ്റെ മേലെ ടൊമാറ്റോ സോസ് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അത് കവർ ചെയ്യുക. ഇതാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, മക്കളെ കഴിക്കുന്നത് ഹെൽത്തി ആവുകയും ചെയ്യും. അവർക്ക് വെജിറ്റബിൾസൊക്കെ ഇതിലൂടെ കഴിക്കാനും പറ്റും. മയനൈസും പിന്നെ ടൊമാറ്റോ സോസും എന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാനുള്ളൊരു സ്കോപ്പ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അടുത്തത് നോക്കാം. രണ്ടാമത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബനാന റോളാണ് കേട്ടോ. ബനാന റോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് നേന്ത്രപ്പഴം നീളത്തിൽ, ഒരു നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നീളത്തിൽ ഫുൾ സൈസ് തന്നെ കട്ടി കുറച്ചിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനാവശ്യമായിട്ട് കുറച്ച് മൈദ, അത് ഒരു ഗ്ലാസ് മൈദ, ചെറിയൊരു ഗ്ലാസ്സിൽ മൈദ, പിന്നെ അതിലേക്ക് കുറച്ച് പാല്, പിന്നെ പഞ്ചസാര ഒരു 5 സ്പൂൺ പഞ്ചസാര. നമ്മൾ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പാല് വേണ്ടത് അളവ് എന്ന് വെച്ചാൽ ഈ മൈദ കലക്കി ഒരു ദോശമാവിൻ്റെ പരുവം ആ ഒരു രീതിയിലാവുന്നത് വരെ. പിന്നെ അതിലേക്ക് ഉപ്പും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്ക പൊടിച്ചതാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ബനാന സ്ലൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒരു പാനിൽ ഗീ ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഷാഡോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഷാഡോ ഫ്രൈ ചെയ്യുമ്പം അത് കുറച്ച് വേവായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ് ഷാഡോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഷാഡോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പം ഞാൻ വലിയ പാനിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബനാന ഫുൾ ലെങ്ത്തിൽ വരുന്ന ഇതിൻ്റെ ചെറിയ വട്ടത്തിലുള്ള പാനായാലും മതി, അതാണ് കൂടുതൽ നന്നാവുക. എൻ്റെ കയ്യിൽ പിന്നെ നേരെ ഇത് വളരെ ചെറുതാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ വലുത് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മൈദൻ്റെ മാവ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും, ഇത് വലിയ പാനായതുകൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ഈ ബനാന നമ്മൾ ഷാഡോ ഫ്രൈ ചെയ്ത് വെച്ചത് എടുത്തിങ്ങനെ നീളത്തിൽ വെക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ വലിയ പാൻ ആയതുകൊണ്ടാണ്. നേരെ കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ അത് കറക്റ്റ് സൈസിലായിരിക്കും ബനാന ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് തിരിച്ച് മറ്റേ ഭാഗം വേവിച്ചിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ബൂസ്റ്റ് പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സുഫൈനൻ്റെ ചാനലിൽ നിന്ന് കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പിന്നെ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കഴിയുന്നതാണ്. രാവിലെ നമുക്ക് കൊടുത്തു വിടാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. പഴം ഉണ്ടെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് കൊടുത്തു വിടുന്ന സ്നാക്സുകളാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, പിന്നെ ബനാനൻ്റെ പോള, കായ്പോള എന്നൊക്കെ പറയും ഈ കണ്ണൂരിലേക്കൊക്കെ. അതിനാദ്യം തന്നെ 2 മുട്ട, എനിക്ക് സമയമില്ലാണ്ടാകുമ്പോൾ ഒക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മൈദ, ഞാനൊരു 2 സ്പൂൺ മൈദയാണ് കേട്ടോ. 2-3 സ്പൂണിൽ മൈദ ഇടും. മൈദ ഇടാണ്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത് കാണാറുള്ളത്, പക്ഷേ ഞാനതിൽ 2 സ്പൂണൊക്കെ മൈദ ഇടാറുണ്ട്. ഇനി അതിലേക്ക് മൈദ ഇട്ടതിന് ശേഷം നമുക്കതിന് ആവശ്യത്തിന് കുറച്ച് പാലൊഴിക്കുക. ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൊഴിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് പഞ്ചസാര വേണം അല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 5 സ്പൂൺ പഞ്ചസാര, 5 ടീസ്പൂണിലൊക്കെ പഞ്ചസാര, മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ അധികമായിട്ടിടാം. പിന്നെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. മിക്സിയിൽ അടിച്ചിട്ട് സ്മൂത്തായിട്ടുള്ള ഒരു ഇതായിട്ടുണ്ട് കേട്ടോ, ഒരു മാവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റൗവിൽ വെക്കുക. പിന്നെ അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് പഴം കട്ട് ചെയ്ത് വെക്കാം.
നേന്ത്രപ്പഴം എടുത്തിട്ട് ഒന്നൊക്കെ മതി, ചെറിയ പാത്രത്തിലാണെങ്കിൽ ഒന്നൊക്കെ മതി. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്യാം. നേന്ത്രപ്പഴത്തിൻ്റെ നടുവിലൂടെ ഒരു വെട്ട് കൊടുത്തിട്ടാട്ടോ ഞാൻ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇതാ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ നേന്ത്രപ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അത് ഇങ്ങനെ ഇളക്കി ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കുറച്ച് ഇളക്കുക, ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്ക് തന്നെ അത് കുറച്ചൊന്ന് വേവായി വരും. അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. ഇനി വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിൽ 1-2 സ്പൂണിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഇടാറില്ല, കാരണം പഞ്ചസാര കയ്യിൽ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ആ പഴം ഇങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് തന്നെ നമ്മൾ അടിച്ച് വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ വേവിച്ച ആ പഴത്തിൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് നമുക്കതിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് വേണ്ട കേട്ടോ, പെട്ടെന്ന് വേവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക. ഈ മേലത്തെ ഭാഗവും ഒന്ന് ജസ്റ്റ് ഷാഡോ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം തന്നെ എടുക്കാം കേട്ടോ, 2 മിനിറ്റ്. അപ്പോൾ തന്നെ നമുക്കത് എടുക്കാം. എന്നിട്ട് മക്കൾക്ക് ഇങ്ങനെ പീസാക്കിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വിടാറുള്ളത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിലോ പിന്നെ സ്ക്വയർ ഷേപ്പിലോ നമ്മൾ ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് മക്കൾക്ക് കൊടുത്തുവിടുക. ചൂട് തണഞ്ഞിട്ടാകുമ്പോൾ കട്ട് ചെയ്യാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. ഞാൻ ഇത് ചൂടോടെ ആയതുകൊണ്ടാണ് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കായ്പോള, അതായത് ബനാന പോള എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അധികം മക്കൾക്ക് കൊടുത്തുവിടുന്നൊരു സംഭവമാണ്. ഇനി നമുക്ക് അടുത്തത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, അതും ബനാന വെച്ചിട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ പറയുന്നതൊക്കെ കൂടുതലും ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് പഴം വാട്ടിയത് എന്ന് പറയും. അപ്പോൾ പഴം നേന്ത്രപ്പഴം എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, ചെറിയ കട്ടിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഗീ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ബനാന നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇടുക. എന്നിട്ടൊരു 2-3-5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കരിയും. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ, കുറച്ച് പഞ്ചസാര, അത് നമ്മൾ ഇഷ്ടം പോലെ ഇട്ടാൽ മതി കേട്ടോ. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആവും തേങ്ങ. അപ്പോൾ തേങ്ങ, കുറച്ച് പഞ്ചസാര, ഒരു 4-5 സ്പൂൺ പഞ്ചസാര, പിന്നെ അതിലേക്ക് ഏലക്കാപ്പൊടി, ഇത് 3 ഇട്ടിട്ട് ഈ പഴം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഒരു 1-2 മിനിറ്റ്. എന്നിട്ട് ഓഫ് ചെയ്യാം. ഇനി അടുത്ത റെസിപ്പി, 5ാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാൻ കേക്കാണ് കേട്ടോ. അതിന് ഞാൻ മിക്സിയിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 6 സ്പൂണിൽ മൈദയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് മധുരം വേണം. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു 5-6 സ്പൂണ്. പിന്നെ വാനില എസൻസിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചു കൊടുക്കാം. ഇതാ അടിച്ചെടുത്തപ്പോൾ ഇതാ ഇങ്ങനൊരു ടൈറ്റിലാണ് കിട്ടിയത്. ടൈറ്റ് വേണം, അഥവാ ഭയങ്കര ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്നും കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മങ്ങനെ ഒഴിക്കുമ്പോൾ അതിലേക്ക് വീഴണം, കണ്ടോ. അപ്പോൾ അതുപോലെ നമ്മളിനി ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് ഇത് എടുത്തിട്ട് മാവ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി ഇതാ ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചിടാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ പാൻ കേക്കും പലർക്കും അറിയുന്ന സാധനം തന്നെ ആയിരിക്കും കേട്ടോ, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. ഇതൊക്കെ സിമ്പിളായിട്ട് മക്കൾക്ക് സ്കൂളിലൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയ സംഭവങ്ങളാണ്. പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ മിക്സിയിൽ ഇടുക, ഒന്ന് ജസ്റ്റ് അരച്ചു കൊടുക്കുക, പിന്നെ അതെടുത്ത് ഇങ്ങനെ പാനിൽ ഒഴിക്കുക. മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും.
മക്കൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ അവർക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ന്യൂട്ടല്ല അല്ലെങ്കിൽ ഹണി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണല്ലോ. ഇനി ഇത് ഓരോന്നും ഞാൻ പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത ട്രിപ്പും ബാക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതാ ഉണ്ടാക്കിയത് മൊത്തം ഇത്രയാണ് കേട്ടോ കിട്ടിയത്. ഇനി ഇത് ചോക്ലേറ്റ് ഗണേഷോ ഹണിയോ എന്തെങ്കിലും വെച്ചിട്ട് കൊടുത്താൽ മക്കൾ കഴിക്കും.